ഇനി നമുക്കൊരു റവ ദോശ ഉണ്ടാക്കിയാലോ. അതിലേക്ക് ആവശ്യത്തിന് സവാളയും പച്ചമുളകും ഇഞ്ചിയും ചെറിയ ജീരകവും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ പൊടികൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഉപ്പ്, 2 ടീസ്പൂൺ യോഗട്ട്, ആവശ്യത്തിന് ഓയിൽ, പിന്നെ വെള്ളം. നമുക്ക് ബാറ്റർ പ്രിപ്പയർ ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് റവയും 1/2 കപ്പ് അരിപ്പൊടിയും 1/4 കപ്പ് മൈദയും ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, ഇഞ്ചി, കരിവേപ്പില, ഒരു 1/4 ടീസ്പൂൺ ജീരകം, ആവശ്യത്തിന് ഉപ്പ്, 2 ടീസ്പൂൺ യോഗട്ട് ഇവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മല്ലിയില ഇഷ്ടമുള്ളവർക്ക് മല്ലിയില വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം. ആദ്യം 1 കപ്പ് വെള്ളം ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. വറുത്ത റവയാണ് നമ്മൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് റവ നന്നായിട്ട് വെള്ളം അബ്സോർവ് ചെയ്യും. അപ്പോൾ 2 കപ്പ് വെള്ളം ചേർത്തതിന് ശേഷം ഈ ബാറ്റർ ഒന്ന് 20 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 20 മിനിറ്റിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ ബാറ്റർ കുറച്ചുകൂടി ഒന്ന് തിക്കായി വന്നിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ബാറ്റർ കുറച്ച് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/4 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. വളരെ ലൂസായിട്ടുള്ളൊരു ബാറ്ററാണ് ഇതിന് വേണ്ടത്. സാധാ ദോശമാവ് പോലെയല്ല, നല്ല ലൂസായിട്ടുള്ളൊരു ബാറ്ററാണ് വേണ്ടത്. ഇനി പാൻ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം ഇങ്ങനെ ചെറിയൊരു പാത്രം കൊണ്ട് നമ്മൾ ഈ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 1 മിനിറ്റിന് ശേഷം ഇത് ലോ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ടൊരു 4 മുതൽ 5 വരെ മിനിറ്റ് എടുക്കും ഇതൊന്ന് പ്രിപ്പയർ ആയി വരാനായിട്ട്. കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്, പക്ഷേ ടേസ്റ്റിയാണ്. ഇനി ഒരു സൈഡ് റെഡിയായി വന്നിട്ടുണ്ട്, മറ്റേ സൈഡ് മറിച്ചിടണം. ഇനി ഫ്ലെയിം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം, എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കണം. ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ശരിയായില്ലെങ്കിലോ അല്ലെങ്കിൽ ചൂട് ശരിയായില്ലെങ്കിലോ കൃത്യമായിട്ട് വരില്ല. ഇത് വളരെ ടേസ്റ്റിയാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. താങ്ക് യു.